ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ക്രാഫ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും അവസാനം വരെ കാണുക. നമ്മൾ കടയിൽ നിന്ന് സോപ്പൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ ബോക്സുകൾ കിട്ടില്ലേ? അപ്പം ഞാൻ അതുപോലത്തെ ഒരു 4 ബോക്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ബൾബ് വാങ്ങിച്ചപ്പം കിട്ടിയ ഒരു ചെറിയൊരു ബോക്സും കൂടെ ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാനിന്ന് ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു സോപ്പിൻ്റെ ബോക്സ് എടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡിലുള്ള ഇതുപോലെ കാർഡ്ബോർഡിൻ്റെ പീസ് കട്ട് ചെയ്ത് മാറ്റുക. ഒരു സൈഡിൽ നമുക്ക് കാർഡ്ബോർഡിൻ്റെ പീസ് നമുക്ക് ആവശ്യമില്ല, അത് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ബോക്സിൻ്റെയും ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ കാർഡ്ബോർഡിൻ്റെ പീസ് അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റണം. പിന്നെ നമ്മൾ സോപ്പിൻ്റെ ബോക്സ് എടുക്കുമ്പോൾ എല്ലാം ഒരേ ഒരു വലുപ്പത്തിലുള്ള ബോക്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഞാൻ വിവൽ സോപ്പ് വാങ്ങിച്ചപ്പം കിട്ടിയ സോപ്പിൻ്റെ ബോക്സാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ചതുരത്തിലുള്ള ഏത് സോപ്പ് ബോക്സ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ ഒരു 4 സോപ്പ് ബോക്സാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു എക്സ്ട്രാ ആയിട്ട് ഒരു ബൾബ് വാങ്ങിച്ചപ്പം കിട്ടിയ ഒരു ബോക്സും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് അതിൻ്റെ സെൻറ്ററിൽ വെക്കാനായിട്ടാണ്. അപ്പോൾ അതിൻ്റെ മുകളിലും കൂടി ഞാൻ ഇതുപോലെ ഒരു സൈഡ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ബോക്സിൻ്റെ 4 സൈഡിലായിട്ടും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ സോപ്പ് ബോക്സ് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഫെവി ബോണ്ടിൻ്റെ പശ വെച്ചിട്ടാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ അതിൻ്റെ 4 സൈഡിലായിട്ടും ഓരോരോ ബോക്സ് വീതം അങ്ങോട്ട് ഒട്ടിച്ചെടുക്കണം. ഞാൻ ഫസ്റ്റ് ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഒട്ടിച്ച് നോക്കിയത്. പക്ഷേ അത് അന്നേരം കറക്റ്റ് ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നില്ല, അതിങ്ങനെ വിട്ട് പോരുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഫെവി ബോണ്ടിൻ്റെ പശ എടുത്തത്. നിങ്ങൾക്ക് ഫെവിക്കോൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷേ അത് ഒന്ന് ഒട്ടിപ്പിടിക്കാനായിട്ട് കുറച്ചധികം ടൈം വേണ്ടി വരും. അങ്ങനെ ഞാൻ നമ്മുടെ പെട്ടികളൊക്കെ ഒന്ന് അടുപ്പിച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പം തന്നെ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാനിപ്പോൾ എന്ത് സാധനമാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ ഇതൊന്നുകൂടെ ഒന്ന് അടിപൊളിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ പുറത്തൊട്ടിക്കാനായിട്ട് ഇതുപോലെ കുറച്ച് പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ബ്രൗൺ കളറുള്ളൊരു പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ ആണെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന പേപ്പർ ഇതുപോലെ വീതി കുറച്ചിട്ട് കത്രിക വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അധികം വീതിയൊന്നും വേണ്ട, ഈ ഒരു വീതിയിൽ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ കുറച്ചധികം പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന പേപ്പർ ഇതുപോലെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ചുരുട്ടിയെടുക്കണം. നമ്മൾ കട്ട് ചെയ്തെടുത്ത എല്ലാ പീസും ഇതേ രീതിയിൽ നന്നായിട്ട് ചുരുട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ചുരുട്ടിയെടുത്ത പേപ്പർ ഇതുപോലെ നമ്മൾ ഒട്ടിച്ച് കൊടുത്താൽ ആ ഓരോ ബോക്സിൻ്റെ പുറത്തായിട്ട് ഫുൾ ഒട്ടിച്ചൊന്ന് കൊടുക്കുക. അടുപ്പിച്ചിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ പേപ്പർ ചുരുട്ടിയിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നതിന് പകരം നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ചരടൊക്കെ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും ഫുള്ള് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോഴും കാണാനായിട്ട് ഭംഗിയുണ്ടാവും. അതുമല്ലെങ്കിൽ ഒന്നും ഒട്ടിച്ച് കൊടുക്കാതെ ഫുള്ള് പെയിൻറ്റ് ചെയ്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ പ്ലെയിനായിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വേഗം തന്നെ പരിപാടി കഴിയും. പക്ഷേ ഇതുപോലെ പേപ്പറോ അല്ലെങ്കിൽ ചരടോ ഫുള്ളൊന്ന് ആ ബോക്സിൻ്റെ പുറത്ത് ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ കാണാനായിട്ട് കുറച്ചും കൂടി ഒരു ലുക്ക് ഉണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ ഞാൻ ബോക്സിൻ്റെ പുറത്ത് ഫുള്ള് പേപ്പർ ചുരുട്ടിയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ ആ ബോക്സിൻ്റെ മുകൾ ഭാഗത്തായിട്ട് എൻ്റെ കയ്യിൽ കുറച്ച് തെർമോക്കോളിൻ്റെ ബോൾസ് ഉണ്ടായിരുന്നു. അതും കൂടെ ഞാൻ ഇതുപോലെ അടുപ്പിച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് കളയാൻ കുഴപ്പമൊന്നുമില്ല. അതും അല്ലെങ്കിൽ ചെറിയ ലേസോ അല്ലെങ്കിൽ ചെറിയ ബീഡ്സൊക്കെ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ നമ്മുടെ തെർമോക്കോളിൻ്റെ ചെറിയ ബോൾ ഫുള്ള് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫുള്ളൊന്ന് പെയിൻറ്റ് ചെയ്ത് കുറച്ചും കൂടി ഒന്ന് കളർഫുള്ളാക്കി എടുക്കണം. ഞാനൊരു ബ്രൗൺ കളറാണ് ഫുള്ള് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കുക കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കാം. ബ്രൗൺ കളറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്ക് കൊടുത്തിട്ട് അതിന് മുകളിലായിട്ട് മെറ്റാലിക് കളർ വെച്ചിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു ആൻറ്റിക് ലുക്കിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ നമ്മുടെ ബോക്സ് ഫുള്ള് പെയിൻറ്റ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഉണക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ബ്രൗൺ കളറാണ് കൊടുത്തത്, പക്ഷേ വീഡിയോയിൽ കാണുമ്പോൾ ഒരു ഓറഞ്ച് കളറായിട്ടാണ് തോന്നുന്നത് കേട്ടോ. ഓറഞ്ച് കളറൊന്നുമല്ല, ഞാൻ ബ്രൗൺ കളർ തന്നെയാണ് കൊടുത്തത്. അതിനുശേഷം ഞാൻ അതിൻ്റെ മുകളിൽ ചെറിയൊരു ബ്ലാക്ക് കളർ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് ആ ഒറ്റ കളർ തന്നെ ആയപ്പോൾ എനിക്ക് അത്രയ്ക്കൊരു ഭംഗിയായിട്ട് തോന്നിയില്ല.
അപ്പം കുറച്ചും കൂടെ ഡാർക്ക് ആണെങ്കിൽ കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ അതിൻ്റെ മുകളിൽ ബ്ലാക്ക് കളർ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്കതിൻ്റെ മുകളിൽ ബ്ലാക്ക് കളർ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ഹൈലൈറ്റ് ചെയ്തും കൂടെ കൊടുത്തപ്പോഴാണ് കുറച്ചും കൂടെ ഒന്ന് ഇഷ്ടമായത്. അങ്ങനെ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് വേണമെങ്കിൽ പെൻ സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യാം. അതുമല്ലെങ്കിൽ നമ്മൾ പെയിൻറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ബ്രഷുകളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് അങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പം നിങ്ങളുടെ കയ്യിലും ഇതുപോലത്തെ ചെറിയ ചെറിയ ബോക്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇതുപോലെ നമ്മുടെ കയ്യിലുള്ള പേനയോ പെൻസിലോ അല്ലെങ്കിൽ ബ്രഷുകളോ ഒക്കെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് ഒന്ന് സെറ്റാക്കി വെക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ഇപ്പം തന്നെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ പുതിയൊരു ക്രാഫ്റ്റ് മാറ്റിനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.